അപ്പോൾ കുറച്ച് 4 മണി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 കയ്യിൽ അരിപ്പൊടി ഇട്ടാം. ഒന്ന് വറുക്കാം. ഒരു തരി ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ വറവായതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പം നമ്മുടെ പൊടി ഇവിടെ കുറച്ച് കുറവായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അപ്പോൾ അരിമാവിലേക്ക് മാവ് കുഴച്ചതിന് ശേഷം നമുക്ക് ഫില്ലിങ് ആക്കാനാണ്. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് പച്ചമുളക്, ഒരു സവാള എത്തുന്നതാണ്. കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് കൂടി നമുക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കണേ. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില, കൊത്തമല്ലി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ലേശം ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ വാട്ടിയെടുക്കാം. അപ്പോൾ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ആക്കാൻ പോകാൻ. അപ്പോൾ അത് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഹോൾസാക്കിയിട്ട് ഫിൽ ചെയ്യാം. നമുക്ക് മുളക്കാട്ടാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിലത് പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട നോക്കുമ്പോഴാണ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെജ് കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.